ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു വിഷയത്തെ കൂടുതൽ നേരം ചിന്തിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ധ്യാനം. കൂടുതൽ നേരം എന്ന് പറഞ്ഞാൽ എങ്ങനെ? കുറേ മണിക്കൂറോളം. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ ധ്യാനിക്കാൻ ശ്രമിക്കുമോ? ഒരേ വിഷയത്തിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് 16 സെക്കൻഡ് ഓടും. ഓടുന്ന മനസ്സിനെ വീണ്ടും തിരിച്ചു പിടിക്കുക, വീണ്ടും തിരിച്ചു പിടിക്കുക, വീണ്ടും തിരിച്ചു പിടിക്കുക, വീണ്ടും തിരിച്ചു പിടിക്കുക. അങ്ങനെ ശ്രമിച്ച് ഈ 16 സെക്കൻഡിന്റെ ടൈമിംഗ് ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് 16 സെക്കൻഡ് ഒരു വിഷയത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഇതനുസരിച്ച് അടുത്ത 16 സെക്കൻഡ് അതേ വിഷയത്തിൽ തന്നെ കൊണ്ടുപോകും. ബുദ്ധിമുട്ടാണ്. അടുത്ത 16 സെക്കൻഡ് വീണ്ടും അതിൽ തന്നെ കൊണ്ടുപോകും. അങ്ങനെ 16 സെക്കൻഡ് ഇങ്ങനെ ആക്കി എന്ത് പറ്റും? ഈ 16 സെക്കൻഡ് ഡ്യൂറേഷൻ 17 ആവും, 18 ആവും, 20 ആവും, 30 ആവും, 1 മിനിറ്റ് ആവും. 1 മിനിറ്റ് പോലും നമുക്ക് ധ്യാനിക്കാൻ പറ്റും. 1 മിനിറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ചിന്തിക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പവർ. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാം. നമ്മളെങ്ങനെ ഒരു വിഷയത്തെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? പല വിഷയങ്ങളാണ്. അത് നമ്മുടെ കൺട്രോളിലാണോ? നമ്മൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് വരുന്നത്. എവിടുന്നൊക്കെയോ കയറി വരികയാണ്. നമ്മൾ ഇത് എവിടുന്ന് കയറി വരുന്നത്? എന്തൊക്കെയോ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അഴിഞ്ഞാട്ടമാണ് മനസ്സിന്റെ. അതാണ് സത്യം, അതാണ് കറക്റ്റ് വാക്ക്. എന്താണ് അഴിഞ്ഞാട്ടം? അതാലോചിച്ചു. പക്ഷെ അങ്ങനെ അഴിഞ്ഞാടുന്ന മനസ്സിനെ കെട്ടി മുറുക്കി നിയന്ത്രിച്ച് ഒറ്റ വിഷയത്തെ കുറിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കണം. പക്ഷെ ബുദ്ധിമുട്ടാണ്. വിഷയമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. വേറെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും? മനസ്സിനെ ഒരിടത്ത് പിടിച്ചെടുത്താൻ പറ്റുമോ? ഇല്ല. അതാണ് പഠിപ്പിക്കേണ്ടത്. ഈ ലോകത്തിൽ എവറസ്റ്റ് കീഴടക്കാൻ, അത് കീഴടക്കാൻ സമുദ്രത്തിന്റെ ഏറ്റവും അടിവാരത്തിൽ പോകാം. പക്ഷെ മനസ്സിനെ ഒരു വിഷയത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ